This news is brought to you by Lakshmi Home Appliances, Village Office in the Samibam, Bus Stand, Cherubuda. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്തിലെ ഗോക്കടവിൽ പുതിയതായി നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന്റെ ഉദ്ഘാടനം തൃക്കരിപ്പൂർ എംഎൽഎ സന്ദീപ് വാര്യർ നിർവഹിച്ചു. ചടങ്ങിനെത്തിയ എംഎൽഎയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന് സ്വീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മേഴ്സി മാണി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ നിർമ്മിതി കേന്ദ്രം ജനറൽ മാനേജർ EP രാജ്മോഹൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡൊമിനിക് കോയിത്തുരുത്തേൽ സ്വാഗതം ആശംസിച്ചു. ഈസ്റ്റ് എളേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി, ജില്ലാ പഞ്ചായത്ത് അംഗം ബിൻസി ജെയിൻ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുജ അനീഷ്, സ്പെഷ്യൽ ഓഫീസർ വി ചന്ദ്രൻ, പരപ്പ CDPO CT രാജശ്രീ, ജോർജ് കരിമടം, PK മോഹനൻ, ജോണി താന്നിക്കൽ, ബാബു നിരപ്പിൽ, ചാക്കോ തെന്നിപ്ലാക്കൽ, തോമസ് കൊറ്റനാൽ, രാമചന്ദ്രൻ പുത്തൂർ, മൈക്കിൾ ഇടമുളയിൽ, ശരണ്യ വേണു എന്നിവർ സംസാരിച്ചു. PWD റോഡിന്റെ സൈഡിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടി ഒത്തിരി പേടിയോടുകൂടിയാണ് മാതാപിതാക്കളും അവിടെ ജോലി ചെയ്യുന്ന വർക്കറും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ചിരകാല അഭിലാഷമായിരുന്ന ഇവിടെ ഒരു അംഗൻവാടി വരണമെന്ന് ആവശ്യം കഴിഞ്ഞ ഭരണസമിതിയിലെ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അദ്ദേഹം ഇവിടെ സ്ഥലത്തിന് വേണ്ട വലിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മനോഭാവം സമയോചിതമായി ചെയ്യുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഈ അംഗൻവാടി ഉദ്ഘാടനം ചെയ്യപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയത്. സ്മാർട്ട് അംഗനവാടിക്കാണ് ഇത്. വാസ്തവത്തിൽ നിർമ്മിതി കേന്ദ്രം നിർമ്മിച്ചത് കൊണ്ടാണ് ഇതല്പം ഫണ്ടൊക്കെ ബാക്കി വന്നത് എന്നാണ് രാജ്മോഹൻ സാർ പറഞ്ഞത്. ഇനിയും കുറച്ച് പൈസ ബാക്കിയുണ്ട്, ചില കാര്യങ്ങൾ കൂടി ഇവിടെ ചെയ്യാൻ സാധിക്കും എന്നും അദ്ദേഹം പറഞ്ഞു. അത് മാത്രം പോരാ, ഇതിനകത്ത് കുറച്ചുകൂടി നമ്മുടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന എക്യുപ്മെന്റ്സും എല്ലാം കൊടുക്കേണ്ടതുണ്ട്. അതിനെല്ലാം നാട്ടുകാരുടെ ഒരു സഹായം കൂടി ഒരു MLA എന്ന നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ, നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ കൂടെ കൊടുത്താൽ ഈ അംഗനവാടി ഒന്നുകൂടി മനോഹരമാക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈസ്റ്റ് എളേരിയുടെ വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ബഹുമാന്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും ഇവിടുത്തെ ഭരണസമിതിയുടെയും കൂടെ MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉണ്ടാകും എന്ന ഒരു ഉറപ്പ് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് പാലിക്കാൻ വേണ്ടി തുടക്കം മുതൽ പരിശ്രമിച്ചിട്ടുമുണ്ട്. ബഹുമാന്യമായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് പല കാര്യങ്ങൾക്കും ഞാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ ജില്ലാ വികസന സമിതി യോഗത്തിൽ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ട്. പല കാര്യങ്ങളും ഇതിനകം ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് ഈ പ്രദേശത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകും. MLA ഓഫീസ് തൃക്കരിപ്പൂരിൽ പഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ ഈ അടുത്ത ദിവസം പ്രവർത്തനം ആരംഭിക്കും. അതോടൊപ്പം മലയോര മേഖലയ്ക്ക് വേണ്ടി ഈസ്റ്റ് എളേരി, വെസ്റ്റ് എളേരി, അതുപോലെ തന്നെ കയ്യൂർ, ചീമേനി 3 പഞ്ചായത്തുകളിലെയും ജനങ്ങൾക്ക് വേണ്ടി MLA ഓഫീസിന്റെ ഒരു അനക്സ് ഇവിടുത്തെ ഈ നേതൃത്വം പറയുന്ന അനുസരിച്ച് ഒരു സ്ഥലത്ത് നല്ല സ്ഥലം ചൂണ്ടിക്കാണിച്ചു തരുന്ന സമയത്ത്, ഐകകണ്ഠേന ചൂണ്ടിക്കാണിച്ചു തരുന്ന സ്ഥലത്ത് തന്നെ അടുത്ത ദിവസം തന്നെ പ്രവർത്തനം ആരംഭിക്കും. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.